മൈ ചാനൽ. ഇന്ന് ഞാൻ എനർജി ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പ്രോട്ടീൻ ബാർസ് വാങ്ങുമ്പോൾ ആ പാക്കറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ ഓഫീസിലേക്കും കുട്ടികൾക്കൊക്കെ അത് സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 25 സോക്ഡ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീസീഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പീനട്ട്, റോസ്റ്റഡ് പീനട്ടും 1/2 കപ്പ് റോസ്റ്റഡ് ആൽമണ്ട്സ്, 1/2 കപ്പ് റോസ്റ്റഡ് കാഷ്യൂസുമാണ്. പിന്നെ ഒരു 1/4 കപ്പ് പീനട്ട് ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് 2 ഫ്ലേവറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നൊരു ചോക്ലേറ്റ് ഫ്ലേവറിലും ഒന്നൊരു പീനട്ട് ഫ്ലേവറിലും. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ കൊക്കോ പൗഡറും വാനില എസൻസും വേണം. 2 ഫ്ലേവറിലും ഞാൻ പീനട്ട് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് സീ സോൾട്ടാണ്. ഇനി നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്യുമ്പം ആൽമണ്ട്സ് നല്ല ഫൈൻ പൗഡറായിട്ട് ക്രഷ് ചെയ്തോ, പീനട്ട്സും കാഷ്യൂസും ജസ്റ്റ് ഒന്ന് ക്രഞ്ച് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഫുഡ് പ്രോസസ്സർ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഫുഡ് പ്രോസസ്സറിൽ അത് മിക്സ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഡേറ്റ്സും പിന്നെ ബാക്കി എല്ലാ നട്ട്സൊന്നും പകുതി എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ബാക്കി ഞാൻ കൈകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൽ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് ബോൾ ചെയ്തെടുത്താൽ മതി. ഡേറ്റ്സ് ഞാനിവിടെ ഒരു 1 hour സോക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരു 4 to 5 hours സോക്ക് ചെയ്താലായിരിക്കും അത് ഏറ്റവും നന്നാവുക. അപ്പോൾ നല്ലപോലെ പേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെത് ഇച്ചിരി പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനനുസരിച്ച് പീനട്ട് ബട്ടറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ പൗഡേർഡ് നട്ട്സും കൂടി എടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ആ കുഴച്ചെടുത്തതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും എത്ര പീനട്ട് ബട്ടർ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ബോൾസ് പോലെ എടുക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആവുന്നവരെ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം എൻ്റെ ഡോൻ്റെ കൺസിസ്റ്റൻസി ബോൾസ് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് 1/4 ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം പീനട്ട് ഫ്ലേവർ. അപ്പോൾ ഞാൻ അതിന്നൊരു 1/4 ഈ മൊത്തം പോർഷനിൽ ഒരു 1/4 എടുത്ത് മാറ്റി വെക്കുകയാണ്. അതിലേക്ക് ഞാനിനി ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറിലേക്ക് ഞാൻ 1/4 പോർഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ അതും മിക്സ് ചെയ്യുക. അതും ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ കപ്പ് കേക്കിൻ്റെ കവറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. നമുക്ക് കവറില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെ ഭംഗിയായി നിൽക്കാൻ വേണ്ടിയിട്ട് കവർ യൂസ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ മൊത്തം ഡോയും ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ ഇൻസുലിൻ എടുക്കുന്നവരുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് ചിലപ്പോൾ കുറയും. അപ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ടു നടക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.